ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. അമേരിക്കയുടെ നെഞ്ചകത്ത് കയറി നിന്നുകൊണ്ട് ബുഷിനോട് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ ഒരു ധീര പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. കരാറ് പറഞ്ഞതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങളിതാ മടങ്ങിപ്പോവുകയാണ് എന്ന് വീറോടെ, വാശിയോടെ, ധീരതയോടെ വിളിച്ചു പറഞ്ഞ മൻമോഹൻ സിംഗ്, അങ്ങയെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ആവശ്യം ഇന്നാണ് അങ്ങയുടെ വിമർശകർ തിരിച്ചറിയുന്നത്. അങ്ങയുടെ നിശബ്ദത ആ 10 വർഷം ചൈനയെ, ഇന്ത്യയെ തൊടാൻ ഭയപ്പെടുത്തിയിരുന്നു എന്ന സത്യം ഇന്ന് അന്നങ്ങയെ വിമർശിച്ച പലരും തിരിച്ചറിയുകയാണ്. അങ്ങ് ധീരനായിരുന്നു, അങ്ങ് യോദ്ധാവായിരുന്നു. അങ്ങയുടെ നിശബ്ദതയിൽ പോലും അങ്ങയെ ഭയന്നിരുന്നു ലോകരാജ്യങ്ങൾ. ലോകരാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ അല്ലായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. സാമ്പത്തിക വിദഗ്ധൻ, നയതന്ത്രജ്ഞനായിട്ടുള്ള മൻമോഹൻ സിംഗിനെ തന്നെയായിരുന്നു അന്ന് ലോകരാഷ്ട്രങ്ങൾ വിളിച്ചിരുന്നത്. അതെ, 2005 അമേരിക്കയിൽ വെച്ച് നടന്ന ആ സംഭവങ്ങൾ ആർക്കാണ് മറക്കാൻ പറ്റുക? അമേരിക്കയിൽ 6 മുതൽ 8 വരെയുള്ള ആണവ റിയാക്ടറിന്റെ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സംഘം, പ്രധാനമന്ത്രി അടങ്ങുന്ന ഇന്ത്യൻ സംഘം അമേരിക്കയിലെത്തുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മൻമോഹൻ സിംഗിന് ആ കാര്യം അറിയുന്നത്. ബുഷ് അടങ്ങുന്ന അമേരിക്കയുടെ അധികാരികൾ 6 മുതൽ 8 വരെയുള്ള ഇന്ത്യയുമായുള്ള ആണവ റിയാക്ടറിൽ നിന്ന് അത് 2 കുറച്ചിരിക്കുന്നു എന്ന്. ഇതറിഞ്ഞ മൻമോഹൻ സിംഗ് ഉടൻ തന്നെ ഇന്ത്യൻ സംഘത്തോട് പറഞ്ഞു, നാളത്തെ കരാർ അതിൽ നമ്മൾ ഒപ്പുവെക്കുകയില്ല. ഇന്ന് തന്നെ നമ്മൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇതറിഞ്ഞ കോണ്ടലിസ റൈസ് ഉടൻ തന്നെ പ്രധാനമന്ത്രിയെ കാണാനെത്തുന്നു. പക്ഷേ മൻമോഹൻ സിംഗ് പറയുന്നു, റൈസിനെ കാണാൻ തനിക്ക് താല്പര്യമില്ല എന്ന്. ചെതിയന്മാരുടെ വാക്കുകൾ കേൾക്കാൻ തനിക്ക് സമയമില്ല എന്ന് തുറന്നടിച്ചു പറഞ്ഞപ്പോൾ ബുഷ് പോലും വിറച്ചുപോയി. ഒടുവിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ ആ ആവശ്യങ്ങൾക്കനുസരിച്ച കരാറ് തന്നെയാണ് പിന്നീട് അമേരിക്കയും ഇന്ത്യയും ഒപ്പുവെച്ച് മുന്നോട്ട് വന്നത്. വൈറ്റ് ഹൗസിന് മുന്നിലുള്ള ആ കരാർ പിന്നീട് ശ്രദ്ധേയമായിരുന്നു. അതെ, അങ്ങനെ അമേരിക്കയിൽ ചെന്ന് കയറിയിട്ട് കടക്ക് പുറത്ത് എന്ന് ബുഷിനോട് പറഞ്ഞ ആ ധീരൻ ഇന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നുവെങ്കിൽ ചൈന പോയിട്ട് ഒരു രാജ്യം പോലും പരസ്യമായി ഇന്ത്യയെ നോവിക്കാൻ മുന്നോട്ട് വരില്ലായിരുന്നു. അതെ, അദ്ദേഹം ധീരനായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ രഹസ്യമായ തീവ്രവാദ, ഭീകരവാദ സംഘടനകളുടെ തീരുമാനമായിരുന്നു. പക്ഷേ ഇന്ന് എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? പരസ്യമായി ഈ രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. നരേന്ദ്രമോദിയെ ഒരു പേടി പോലും പേടിക്കാതെ ഇന്ത്യയുടെ 20 ജവാന്മാരുടെ ജീവൻ അവർ കാർന്നു തിന്നിരിക്കുകയാണ്. നമ്മുടെ ജവാന്മാർ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ആ 20 ജവാന്മാർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി, ഈ രാജ്യത്തെ പ്രതിരോധ മന്ത്രി എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചർച്ചകളിലേക്ക് പോവുകയാണ്. പരസ്പരം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്നതിന് തുല്യമാണ്. ഇവിടെയാണ് അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ അവരുടെ തട്ടകത്തിൽ ചെന്നു കയറി തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറായ മൻമോഹൻ സിംഗിനെ ഈ രാജ്യം മിസ് ചെയ്യുന്നത്. വി ആർ മിസ് യു മൻമോഹൻ സിംഗ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.